സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് പറഞ്ഞത് പരാതിക്കാരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പേര് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അന്വേഷണം ഉണ്ടാകുമെന്നാണ്. അങ്ങനെ പരാതിക്കാർ രംഗത്തേക്ക് നിമിഷത്തിൽ തന്നെ ആ തരത്തിൽ അന്വേഷണ മുമ്പോട്ട് വെച്ചില്ലേ? വ്യവസ്ഥയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് ഒരു നടി മൊഴി കൊടുത്താൽ ആ നടി വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വന്ന പരാതി കൊടുക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനല്ല അരുണേ, ഞാൻ പറയട്ടെ, അതൊരു കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന് ഒരു സംഘം സ്ത്രീകൾ അതൊരു കമ്മിറ്റിയാണോ, അതൊരു ചലച്ചിത്ര, അതൊരു ഡിബേറ്റ് ചർച്ചയാണോ, അത് ഒരു ചായക്കടയിലെ ചർച്ചയാണോ എന്നുള്ളത് ആർക്കറിയണം? ഒരു പരാതിക്കാരി പീഡിപ്പിക്കപ്പെട്ട് ഈ കാര്യം ഉത്തരവാദിത്തത്തോടുകൂടി സംസാരിച്ചതിന്റെ തെളിവ് സഹിതം ഒരു റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ ആ റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങളും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അറിയാമെന്നിരിക്കെ അതിന്റെ സ്വകാര്യതയെക്കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കണോ? അങ്ങനല്ല, അത് സംസാരിച്ചല്ലേ പറ്റൂ ഈ പ്രത്യേക സാഹചര്യത്തിൽ. കാരണം ആ കമ്മിറ്റി തന്നെ പറയുന്നു ഇതിന് സ്വകാര്യത വേണം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പ്രക്രിയകൾ വേണ്ടിയാണോ പ്രാഥമിക അന്വേഷണം പോലും നടത്താതിരുന്നത് പ്രിജി? അല്ല അരുണേ, അങ്ങനെ ആ വിഷയത്തെ കാണരുത്. കാരണം പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചല്ലോ. അതിനെ സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ തന്നെ അതിനെ സംബന്ധിച്ചുള്ള ഞാൻ പറയട്ടെ, ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ മാത്രം അന്വേഷണം നടത്താനാണ്. ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് ഒരു അന്വേഷണം, ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല ഈ സർക്കാർ. അഡ്വക്കേറ്റ് പി എ പ്രജി, വിഷമമുണ്ട് ഇത് പറയുന്നതിന്. കാരണം ഈ സർക്കാർ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു കമ്മിറ്റി തീരുമാനിക്കുന്നു, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗുരുതരമായ വെളിപ്പെടുത്തലുകളോട് പുറത്തു വരുന്നു, സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, കോൺക്ലേവിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ എംഎൽഎയുടെ പ്രതികരണത്തിൽ നിന്ന് ബോധ്യമായി. കാരണം എംഎൽഎ പറയുന്നു, ഞാനൊരു CPM എംഎൽഎ ആയതുകൊണ്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്. അരുണിന്റെ ധാർമ്മിക രോഷം, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രൈവസി സൂക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ളത് സുദീർഘമായി ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. പക്ഷേ നമ്മളൊരു ക്രിമിനൽ ജൂറിസ്പ്രൂഡൻസിനകത്ത് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ള നടികൾ തന്നെ അവർ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ക്രിമിനൽ ജൂറിസ്പ്രൂഡൻസിനകത്ത് എങ്ങനെയാണ് നടപടിയുമായി മുന്നോട്ട് പോവുക? കേരളത്തിലൊരു മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥ അടക്കം ഇവരോട് പോയി ചോദിച്ചോ നിങ്ങൾക്ക് കേസിൽ പോകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന്? ഇതൊക്കെ എന്റെയും താങ്കളുടെയും അനുമാനങ്ങളാണ്, കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. ആർക്ക് വേണം കമ്മിറ്റി? ഒരു ക്രൈം ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മൊഴിയിന്മേൽ അന്വേഷണം വേണോ? ഇപ്പോ ആ സാഹചര്യം മാറിയില്ലേ? ഇപ്പോ ആ സാഹചര്യം മാറി, അതുകൊണ്ടാണ് അന്വേഷണ സംഘം വന്നത്. ആ സാഹചര്യം മാറിയില്ലേ? ഒരു നിമിഷം പ്രജി, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കൊലപാതകമാണെങ്കിൽ എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഒരാൾ കൊന്നു എന്ന് വെളിപ്പെടുത്തുന്നു, പക്ഷേ എനിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞ സ്റ്റേറ്റ് കേസ് എടുക്കാതിരിക്കുമോ? ഇത് രണ്ടും ഒന്നാണോ അരുണെ? അരുണനെ പോലെ ഒരു മുതിർന്ന ഈ 52 ക്രൈമുകളും കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആർക്കെതിരെയാണ്? താങ്കൾ പറയൂ. ഈ 52 ക്രൈമുകളും കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആർക്കെതിരെയാണ് അഡ്വക്കേറ്റ് പ്രജി? ഞാൻ പറയട്ടെ, എനിക്ക് പറയാൻ സമ്മതിക്കാതെ ചോദ്യങ്ങൾ മാത്രം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ കയ്യിൽ കെട്ടിപ്പിടിക്കും. അതെ, ഇനി ചെയ്യൂ. അല്ല, താങ്കൾ പറയൂ. ആരോട് എൻ്റെ സ്പെസിഫിക് ആയിട്ടൊരു നിയമപരമായ ചോദ്യം ചോദിച്ചു. ഇതൊരു കൊലപാതകമായിരുന്നെങ്കിൽ കേസ് എടുക്കാതിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കൊലപാതകം, ഇപ്പോ അരുൺ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയുകയാണ് ഒരു കൊലപാതകം നടന്നു എന്ന് പറഞ്ഞാൽ ഒരു കേസ് എടുക്കാൻ പറ്റുമോ? ഒരു കൊലപാതകം അപ്പോൾ എന്ത് ചെയ്യും? ആ പറയുന്ന ആളിനോട് തന്നെ അന്വേഷിക്കണ്ടേ? അയാൾക്ക് ഇതൊന്നും ഫർണിഷ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലോ? അയാൾക്ക് ഈ ലോകത്ത് എവിടെങ്കിലും കൊലപാതകം നടന്നു എന്ന് മാത്രമേ അയാൾക്ക് അറിയൂ എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും?
അന്വേഷിച്ചോ പ്രജി? എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? അന്വേഷിച്ചോ അതൊരു പ്രജി? പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അല്ലല്ല പ്രജി, ഈ വിഷയത്തിൽ അങ്ങ് പോവല്ലേ പ്രജി? കൊലപാതകം എന്ന് പറയുന്ന ഒഫൻസും, ഒരു നിമിഷം പ്രിയപ്പെട്ട പ്രജി, കൊലപാതകം രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് പറഞ്ഞു ഒരു ഇൻഫോർമന്റ് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഇത് തമ്മിൽ കമ്പാരിസൺ എടുക്കാൻ പറ്റില്ല, നിയമപരമായി കമ്പാരിസൺ എടുക്കാൻ പറ്റില്ല. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഒരു TV ഷോയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. നിയമത്തിന്റെ കണ്ണിലൂടെ നിയമത്തിന്റെ വഴികളിലൂടെ നമ്മൾ തമ്മിൽ തർക്കിച്ച് സമയം കളയാനില്ല. എനിക്ക് ഒറ്റ ചോദ്യം സിമ്പിൾ ആയിട്ടുള്ളൂ. ഈ 52 ക്രൈമുകളും കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആർക്കെതിരെയാണ്? ഈ 52 ക്രൈമുകൾ ഉണ്ടെന്ന് അരുൺ എങ്ങനെ മനസ്സിലാക്കി? ഇല്ല, അരുൺ എങ്ങനെ ഈ റിപ്പോർട്ട് കണ്ടോ? അതെങ്ങനെ മനസ്സിലാക്കി? റിപ്പോർട്ട് ഞാൻ കണ്ടു. 52 ക്രൈമുകൾ ഉണ്ടെങ്കിൽ 52 ഒരു നിമിഷം പ്രജി, സെക്ഷൽ ഹരാസ്മെന്റ് ക്രൈമാണോ? BNS 75 സെക്ഷൽ ഹരാസ്മെന്റ് ഞാൻ ചോദിക്കട്ടെ, ഒരു വിക്ടിം എന്നെ സെക്ഷലി ഹരാസ് ചെയ്തു എന്നൊരു പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലല്ലേ കോടതിക്ക് പോലും ശിക്ഷിക്കാൻ പറ്റൂ? തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശിക്ഷിക്കാൻ വേണ്ടി എന്താണ് പ്രജി താങ്കൾ വീണ്ടും വാദിച്ചു നോക്കല്ലേ? കോടതി എന്ത് നിലപാടെടുക്കും? ഈ വിചിത്രമായ വാദങ്ങളാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരാതിക്കാരിക്ക് പരാതി ഇല്ലെങ്കിലോ കേസെടുത്താൽ കേസ് നോക്കില്ലേ? പരാതിക്കാരിക്ക് പരാതിയില്ലെങ്കിലോ? ഈ വിചിത്രമായ വാദമാണ് ഉന്നയിക്കുന്നത്. ഇതിന് പിന്നിലുള്ള രോഗം എന്താണ് ഷാനിമോൾ ഉസ്മാൻ? ഈ ഇന്നിപ്പോൾ MLA മുകേഷ് പറഞ്ഞിരിക്കുന്നത് പോലെ ബാലിശമായ ആരോപണങ്ങൾ എന്ന ഒരു പൊളിറ്റിക്കൽ ലൈനാണ്. എനിക്ക് ഷാനിമോൾ ഉസ്മാൻ പ്ലീസ്. ഇത് പരമാവധി സമയവും അരുൺ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, എനിക്ക് തന്നില്ല. അഡ്വക്കേറ്റ് പ്രജി നടത്തുന്നത് അവരുടെ നിവൃത്തികേടിന്റെ ഗതികേടിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ന്യായീകരണങ്ങളാണ്. ഇതിനകത്ത് അത് നടത്തിക്കോട്ടെ. പക്ഷെ ഞാൻ പ്രിജി പ്ലീസ് വഴങ്ങൂ. പ്രിജി ഒരു പ്രതിപക്ഷ ബഹുമാനമാവട്ടെ. നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഗുരുതരമായ വിഷയമാണ്. ഷാനിമോൾ ഉസ്മാൻ.